ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ടർബോ ടർബോ അല്ല ടാർബോ. മീൻ കച്ചവടക്കാരനായ വില്ലൻ, മീനച്ചാർ ഉണ്ടാക്കുന്ന വില്ലൻ. കോടികൾ വരുമാനമുണ്ട്. പക്ഷേ റോൾസ് റോയ്സ് കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്ക് സീറ്റ് മേടിക്കാനുള്ള കാശില്ല. പുള്ളി ഇപ്പോഴും സാധാ വീഡിയോ വലിച്ച് നടക്കുന്നത്. ചിലപ്പോൾ നൊസ്റ്റാൾജിയുടെ പുറത്തായിരിക്കും. മമ്മൂട്ടീനെ മാത്രമേ ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ കോമഡി കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളൂല, മേക്കിങ് കൊള്ളൂല, സൗണ്ട് കേൾക്കാം. പക്ഷെ കുറേ കഴിഞ്ഞപ്പം ഭയങ്കര അരോചകത്വമായിട്ട് തോന്നി പടം. എന്തിനോ വേണ്ടി തലച്ച സാമ്പാറിൻ്റെ അകത്ത് കഷ്ണം തലക്കത്ത് വീണിട്ട് കണ്ണി നീറ്റലുണ്ടായ പോലത്തെ ഒരു അവസ്ഥയായി പോയി. മനസ്സിലായി? എന്തിനു വേണ്ടി തിളച്ച സാമ്പാറിനകത്തെ കഷ്ണം നമ്മുടെ കണ്ണി വന്ന് വീണിട്ട് കണ്ണിന് നീറ്റിലടിച്ചിട്ട് വേദന എടുത്തത് പോലത്തെ ഒരു പരിപാടിയാണ്. പിന്നെ അത്യാവശ്യം സംസാരിക്കാൻ പറ്റുമായിരുന്ന ഒരു കഥേനെ എത്രത്തോളം കുളമാക്കിയിട്ട് ചിത്രീകരിക്കാമെന്നും എങ്ങനെയൊക്കെ ബോറടിപ്പിക്കാമെന്നുള്ള ഒരു വളരെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ച് അങ്ങനെ ശാസ്ത്രീയപരമായിട്ട് എടുത്തൊരു സിനിമ പോലെയാണ് ടർബോ. നല്ല ടൈറ്റിലൊക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ചെറുക്കൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാര്യം അവൻ്റെ ഒച്ചയാണ്. കാര്യം ഒച്ച ഇല്ലാതെ പറ്റൂല. പിന്നെ ഒരു ഇടിപ്പെടുത്തിന് ഇങ്ങനത്തെ കഥ പോലെയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഈ തെലുങ്ക് കന്നഡ ഹിന്ദി പോലത്തെ സ്ഥലങ്ങളിൽ വംശനാശം സംഭവിക്കാൻ കാരണം, അതായത് സിനിമകൾക്കൊരു വംശനാശം സംഭവിക്കുന്ന പോലത്തെ ഒരു